അല്ല ഗൈസ്, ഇത്രയും നാൾ ഞാൻ 2v2 കളിച്ചിട്ട് ഇതുവരെ ഇത്രയും ടെറിബിളായിട്ട് നടന്നിട്ടില്ല. സോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും വേറൊരു ചേട്ടനും കൂടെ നമ്മുടെ ഒക്കെ പന്നി. അപ്പം ഞാൻ 2v2 കളിച്ച കാര്യങ്ങളൊക്കെയാണ്. സോ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ മസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. പിന്നെന്താ അത്രേ ഉള്ളൂ. സോ എനിവേസ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ഇടാൻ വെച്ചതായിരുന്നു. അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ വേണമെന്നുള്ളതുകൊണ്ട് അത് ഞാൻ ഇന്നിടാനുള്ളതെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ എൻ്റെ ഒരു ഈ ഫ്ലൂബേട്ടയുടെ ഫ്രണ്ട് വന്നിട്ട് 2v2 കളിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു രസത്തിന് കളിച്ചതാണ് ഫ്രണ്ട്ലി മാച്ച്. പക്ഷേ അതിപ്പോൾ എനിക്കിപ്പോൾ ഡെഡ്ലി മാച്ച് ആയി കാണുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. വഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഞാനും ഫ്ലൂബേട്ടിനും കൂടെ ഇങ്ങനെ റഷ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ റഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് കളി തന്നെ ഞങ്ങളിങ്ങനെ ഞാൻ വന്നു നേരെ വന്നിട്ട് ഇവനെ അടിച്ചിട്ട് കയറുന്നില്ല. എന്നിട്ട് ഞാൻ ഈ യുജീനെ അടിച്ചിടണം, എന്നിട്ട് എൻ്റെ ഹയാട്ടായിട്ടുള്ള എൻ്റെ അനിയനെ അടിച്ചിടണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻസ്. എന്നിട്ട് ഞാൻ എൻ്റെ അനിയനെ അടിച്ചിടാൻ വേണ്ടി നോക്കി. പക്ഷെ പറ്റിയില്ല. എൻ്റെ അനിയനാണെങ്കിൽ അനങ്ങായിരിക്കുകയാണെങ്കിൽ ഞാൻ സൈഡിൽ നേരെ വന്നിട്ട് അവൻ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചു. പക്ഷെ എന്നിട്ട് കയറുന്നില്ല കേസ്. അങ്ങനെ ഞാൻ അവനെ അടിച്ചിട്ടപ്പോൾ ഫ്ലൂബേട്ടൻ വന്നിട്ട് ആ യുജീനെ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഫസ്റ്റത്തെ കളി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡത്തെ കളി എൻ്റെ അനിയൻ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ അവനെ വണ്ടാപ്പടിച്ചെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ റൂമിൻ്റെ അകത്തൊക്കെ കയറി കൊട്ടിയിട്ട് ഞാൻ ഈ ബാക്കി കളി കളിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഗൺസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് എൻ്റെ കയ്യിൽ M187 ഉണ്ട്, പിന്നെ AWM ഡെസേർട്ട് ഈഗിൾ, ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഫ്ലൂബേട്ടൻ പറഞ്ഞു റഷ് ചെയ്യാന്നൊക്കെ. അത് ഇതിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേസ് അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഇവന്മാരെ തപ്പി നടക്കുമായിരുന്നു സുഹൃത്തുക്കളെ. ഞങ്ങളിവിടെ വന്നപ്പോൾ അവന്മാർ എവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ റഷ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പം അവന്മാർ റഷ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കും അടിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവന്മാരാണെങ്കിൽ സൈഡിൽ കൂടെ വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ സൈഡിൽ ഗ്ലൂ ഇട്ടു. അന്നപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇവന്മാരെ അടിക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അവന്മാർ അവിടേക്ക് തന്നെ ആയിരിക്കും വന്നേന്ന്. ഞങ്ങൾ പോണ വഴിയാണ് അവന്മാർ ഇതേ സൈഡിൽ പോയിന്ന് ഫ്ലൂബേട്ടൻ പറയുന്നത്. അങ്ങനെ ഞാനും ഫ്ലൂബേട്ടനും കൂടെ സൈഡിൽ കൂടെ വന്നിട്ട് ഇവന്മാർ തപ്പിടുന്നപ്പോൾ ഇവിടെ ഒന്നും ഇവന്മാരില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കിളി പോയി ഇത് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും ഇവന്മാരെ തപ്പുന്നു. പക്ഷെ ഇവന്മാർ കാണാനില്ല. പക്ഷെ അന്നപ്പോഴേക്കാണ് ഇവനാണെങ്കിൽ വന്നിട്ട് അറിയാണ്ട് ഇടയിൽ വന്നു. പക്ഷെ എന്നിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ഡാമേജ് കൊടുത്തു. അത് ഞാൻ പറയുകയും ചെയ്തു. റിങ് എക്സ്ട്രാ ഡാമേജ് കൊടുത്തു. അങ്ങനെ ആരും നോക്കാം. ഇപ്പം ഞാൻ ചോദിച്ചു എൻ്റെ അനിയനാണോ അതെയോ ചേട്ടൻ്റെ കൂട്ടുകാരനാണോ എന്ന്. അപ്പോൾ പറഞ്ഞു ചേട്ടൻ്റെ കൂട്ടുകാരനാണെന്ന്. അന്നപ്പോഴേക്കും ഞാൻ ഇൻ്റർനാഷണൽ നൂബ് താഴത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ ഈ ഒരു 1v1 സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് കർത്താവെന്ന് വിചാരിച്ച സമയത്താണ് അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് HP കൂട്ടി. അങ്ങനെ ഞാൻ നേരെ അവൻ്റെ തലക്കിട്ട് എങ്ങനെയോ ഞാൻ ടാപ്പടിച്ച് ഇട്ടു കേസ്. എങ്ങനെയോ ആ സമയത്തൊരു സന്തോഷമുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അതാണ് സന്തോഷം. സോ എനിവേസ് അങ്ങനെ അടുത്ത കളി ഞാൻ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് ഈ കളി ഇങ്ങ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. ഈ കളി എൻ്റെ അനിയൻ ഈ കളി വന്നിട്ട് എന്നെ നല്ല ചീത്ത വിളിച്ച് നല്ല രീതിയിൽ സുഖമാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അനിയൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ വണ്ടാപ്പടിച്ചിടാൻ പാടില്ലെന്ന്. അവൻ പറയുകയാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഞാൻ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഞാൻ വെയിറ്റ് എ മിനിറ്റ് ഗൈസ്, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇത് എൻ്റെ ചാർജ് നല്ല രീതിയിൽ ലോ ആണ്. സോ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാര്യങ്ങളും ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. സോ അത് ഞാൻ ഇടാം. പക്ഷേ ഇപ്പം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒറ്റ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വെയിറ്റ് ചെയ്യും ഗൈസ്. വെയിറ്റ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. നോക്കല്ലേ, എവരിത്തിങ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഓക്കെ, അങ്ങനെ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് ലാഗ് ഉണ്ടാവും ഗൈസ്. ഓക്കെ, കുറച്ച് ലാഗ് ഉണ്ടാവും. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ അനിയൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ മൊത്തം ഗ്രനേഡ് എടുത്ത് അവന്മാർ കണ്ട വഴി എറിയാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ ഏത് കൂടെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. ഞാൻ ഇവിടെ പൊട്ടിച്ചപ്പോൾ ഇവന്മാർ വന്നിട്ട്
നല്ല രീതിയിൽ റഷ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ യുജിനാണെങ്കിൽ എനിക്ക് ഏറ്റവും പേടി യുജിനെയാണ്. കാരണം ഇവനാണെങ്കിൽ ഇങ്ങനെ നല്ല കളിയുണ്ട്. സോ ഐ ആം ഔട്ട് ഓഫ് മൈ തല ബ്രേക്ക് ഡൗൺ ഇൻ ടു പീസസ്. അതപ്പോഴേക്കും എന്നെ യുജിനാണെങ്കിൽ അടിച്ചിട്ടു ഗൈസ്. പിന്നെ എന്നപ്പോഴേക്കും ഞാൻ റിവൈവ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ വന്നിട്ട് അടിച്ചിട്ടു ഞങ്ങൾ അടിച്ചിട്ടില്ല, എന്നെ അടിച്ചിട്ടു. അതപ്പോഴേക്കും ഫ്ലൂബേട്ടൻ പറഞ്ഞ് എന്നെ ഒന്ന് മെഡിക്കേറ്റ് സമാധാനത്തിൽ അടിക്കാൻ അവന്മാർ സമ്മതിക്കണമല്ലോ എന്ന്. എന്നിട്ട് നേരെ റഷ് ചെയ്തു ഫ്ലൂബേട്ടൻ. ആൻഡ് ദെൻ ഫ്ലൂബേട്ടൻ വന്നിട്ട് എൻ്റെ അനിയനെ വൺ ടാപ്പ് അടിക്കാൻ നിന്നു. രണ്ട് ഷോട്ട് ഫെയിലായിപ്പോയി. പക്ഷേ മൂന്നാം ഷോട്ട് കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടു. അതിന് കുറച്ച് ഡാം മറ്റേ യുജിന് കൊടുത്തു. യുജിക്ക് കൊടുത്തെങ്കിലും അവൻ എങ്ങനെയോ നമ്മൾ ചേട്ടൻ അടിച്ചിട്ട് ഗീസ്. ഓക്കെ, ഡിപ്രഷൻ ആയിപ്പോയി. എന്നിട്ട് പിന്നെ ഈ എൻ്റെ അനിയൻ ചത്ത വിഷമമായിരുന്നു ഗീസ്. എനിക്ക് 2 സെക്കൻഡത്തേക്ക് ആ ഡിപ്രഷനായിരുന്നു. വന്നപ്പോഴേക്കും ഞാൻ ഗണ്ണൊക്കെ എടുത്തിട്ട് ഗെയിം കംബാക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫായിപ്പോയെന്ന് മാത്രം പറയല്ലേ. ഓക്കെ ഓഫായിട്ടില്ല. സോ ആ ടൈമിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വട്ടം പറഞ്ഞു ബോറടിക്കേണ്ട സുഹൃത്തുക്കളെ, ദയവ് ഇതൊന്നും കാണുക. നമ്മുടെ വ്യൂസും കാര്യങ്ങളും നല്ല രീതിയിൽ ഡൗൺ ആണ്. ഇത് എവിടം വരെ ചല്ലട്ടെ, നമുക്ക് അതുവരെ പറയാം. വ്യൂസും കാര്യങ്ങളും നല്ല രീതിയിൽ ഡൗൺ ആണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോഴേക്കും ഇത് ഫ്ലൂബേട്ടൻ അടിച്ചവൻ ഇട്ടു താഴെ. ഞാൻ പുറകിൽ നിന്ന് അടിച്ചവന്ന് ഫ്ലൂബേട്ടൻ ചോദിച്ചപ്പോഴേക്കും ഞാനാണെങ്കിൽ ഇത് എവിടെ നിന്ന് അടിച്ചിട്ട് സമയത്താണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ ഗ്ലൂട്ട ടൈമിൽ അവൻ അടിച്ചിട്ട് ഇമോട്ടിട്ടു ഗൈസ്. ഫ്ലൂബേട്ടൻ്റെ ഈഗോയിൽ തട്ടി. എൻ്റെ ഈഗോ തട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഫ്ലൂബേട്ടൻ്റെ ഈഗോയിൽ തട്ടി. അതിന് ഫ്രണ്ട്ലി മാച്ച് വെൻ്റ് റോങ് എന്നറിയാം വിചാരിക്കാമല്ലോ. എൻ്റെ അനിയൻ തോറ്റയിലെ ദേശത്ത് ഈ കണ്ടം വഴി നിൽക്കുന്ന സമയത്താണ് എൻ്റെ അനിയൻ നേരെ വന്നിട്ട് തോറ്റിലിടാ നോവാന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം സീനാക്കി. ദെൻ ഈ കളി ഇങ്ങനെ എടുക്കണം എന്നൊക്കെ ഞാൻ മരണമസായിട്ട് വിചാരിച്ച് നിൽക്കുവാണ്. ആയിരുന്നു കണ്ടു നോക്കുക. അങ്ങനെ ഞാൻ ആ ടൈമിൽ നിൽക്കുന്ന സമയത്താണ് ഓക്കെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് നിൽക്കണയാണ്. നീ എവിടെയാണോ പോണേ, ഇത് എന്നാ തേങ്ങയാണോ നിൻ്റെ അടുത്ത് ഫ്ലൂബേട്ടൻ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പോകുന്നിടത്ത് ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അന്നപ്പോഴേക്കും അവന്മാരവിടെ സ്മോക്ക് ഇട്ടുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഗ്ലൂവിൽ കവർ ഇട്ട് നിന്നു. ആ സമയത്താണ് ഇത് സൈഡിലെടുത്തുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫ്ലൂബേട്ടനെ പൊക്കാനായിട്ട് ഇവിടെ കവറൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കുവാണ് ഗൈസൊക്കെ. അന്നപ്പോഴേക്കും ഞങ്ങൾ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളിവിടെ ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പം ഞങ്ങൾ കൊലവറി ആ ടൈമിലാണെങ്കിൽ മറ്റേ യുജി വന്നിട്ട് ഞങ്ങളെ അടിക്കാൻ നോക്കുന്നത്, പക്ഷേ സമ്മതിച്ചു കൊടുത്തില്ല. ആൻഡ് അവിടെ ഒരു 3-2v2 1v2 അപ്പോഴേക്ക് ചേട്ടൻ എങ്ങനെയോ മറ്റേ യുജീനെ അടിച്ചിട്ടു. അപ്പോഴേക്കും ചേട്ടൻ വന്നപ്പോഴേക്കും എൻ്റെ അനിയന് വന്ന സമയത്ത് ഞാനാണെങ്കിൽ എന്നാ ഇതെന്നറിയോ, ഞാനിവിടെ ഗ്ലൂ ഇട്ടു. പക്ഷേ ഗ്ലൂ അങ്ങപ്പുറം പോയി നിൽപ്പളാ കണ്ടേ. അങ്ങനെ ഞങ്ങൾ നേരെ ഇമോട്ടൊക്കെ അടിച്ചിട്ടു. എൻ്റെ അനിയൻ കട്ടക്കലിപ്പിലാണ്. ഇമോട്ടിട്ടത് ചേട്ടനായതുകൊണ്ട് എന്നെ ഒന്നും പറഞ്ഞില്ല. ആൻഡ് ഈ കളിയും കൂടെ പറഞ്ഞു എന്നാണ് തോന്നുന്നത് ഗൈസ്. നല്ല വാക്കുകൾ കുറച്ചൊക്കെ പറഞ്ഞു, കുറച്ച് അത്രയും പറഞ്ഞില്ല. ഫ്ലൂബേട്ടനായതുകൊണ്ട് അവൻ അത്രയും പറഞ്ഞില്ല എന്നെ. ഞാൻ അങ്ങാനായിരുന്നു എന്നെ ഈ സ്പെക്ക് അടിച്ചായിരുന്നെങ്കിൽ എന്നെ നല്ല രീതിയിൽ സംസാരിച്ചേനെ. ഓക്കെ, എനിവേസ് ആൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് AFK പോയി കുറച്ച് നേരത്തേക്ക്, വളരെ കുറച്ച് നേരം. ദെൻ ഞാൻ അധികം ഹെഡ്ഷോട്ടൊന്നും അടിക്കണല്ലേ. ദെൻ എൻ്റെ അനിയൻ വന്നു. ഞാൻ വന്നപ്പോഴേക്കും ഞാൻ വെടിവെക്കണമെന്ന് വിചാരിച്ചു. വന്നപ്പോഴേക്കും ചേട്ടൻ വന്നിട്ട് ഫ്ലൂബേട്ടൻ വന്നിട്ട് അവനെ അടിച്ചിട്ടു. അപ്പോഴേക്കും യുജി വന്നിട്ട് ഞാൻ മാരകളി എന്നെ അടിച്ചങ്ങിട്ടു താഴെ. എന്നപ്പോൾ ഞാൻ എന്നെ പൊക്കാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ വന്നിട്ട് എന്നെ അടിച്ച് കൊന്നു. അന്നപ്പോഴേക്കും ഫ്ലൂബേട്ടൻ വന്ന് താഴത്തേക്ക് ചാടി. അവിടെ 2 1v1 മെഗാ 1v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പറഞ്ഞുതരാം, ഒരു അടിപൊളി 1v1. അങ്ങനെ ഫ്ലൂബേട്ടനാണെങ്കിൽ ഇവിടെ മെഡിക്കിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവത്തിലൊക്കെ വെച്ചിട്ട് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് മെഡിക്കിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ കുറച്ച് ഡാമേജ് കൊടുക്കുന്നു. എന്നിട്ട് കുറേ നേരം വെടി വെക്കുന്നുണ്ട്, പക്ഷെ ചാവത്തില്ല.
ഇങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഫ്ലൂബേട്ടൻ അവൻ തപ്പുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്ലൂബേട്ടൻ അവനെ മിസ്സായി. അങ്ങനെ ഫ്ലൂബേട്ടൻ കുറച്ച് ഡാം കൊടുക്കാൻ നിന്നു. പക്ഷെ ഡാം അവന് കയറിയില്ല ഗൈസ്. ഓക്കെ യുജിക്ക് ആൻഡ് ഗൈസ് കാൻഡ് ഡു ദാറ്റ്. ഓക്കെ ഫൈനലി ഗുഡ് ന്യൂസ് എൻ്റെ അനിയൻ കാം ഡൗൺ ആയി. ഓക്കെ എനിവേസ് നമ്മുടെ ഫ്ലൂബേട്ടനും അവരും കൂടെ നല്ല വണ്ടിയാണ് ഗൈസ്. ഓക്കെ ആൻഡ് ഫ്ലൂബേട്ടൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടായിരുന്നു, നീ സൂക്ഷിച്ചോ, കസേര കൊണ്ട് തലക്കടിക്കാനൊക്കെ വരും. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ശീലമായതുകൊണ്ട് ഒന്നും പേടിക്കണ്ടെന്ന്. ആൻഡ് ഇപ്പോഴാണ് ഗൈസ് അത്രയ്ക്കും ഡാമേജ് വന്നിട്ട് അവൻ ചാവണല്ല വിത്ത്. ആൻഡ് ദെൻ ഞങ്ങളിവിടെ നല്ല രീതിയിൽ കഴിച്ചു വെച്ച് കളി. ദെൻ ഇവിടെയാണെങ്കിൽ തീ 1v1 കുറേ നേരം 4, 3, 2 ടൈമറൊക്കെ ഒന്നും. ദെൻ ഒരു ചിന്ന മിസ്റ്റേക്ക് ഓഫ് ഫ്ലൂബേട്ടൻ ജസ്റ്റ് ഒന്ന് ഡൗൺ ആയി ഗൈസ്. ഓക്കെ ആൻഡ് ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കളി നമ്മൾ ലീഡിങ് ആണ്. അപ്പോൾ ചത്താൻ വലിയതായിട്ട് പേടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ പറഞ്ഞ ടൈമിലാണ് ഗൈസ് അത് സംഭവിക്കുന്നത്. എനിക്ക് ഭയങ്കര പ്രഡിക്ഷനാണ് ഗൈസ്. ഒരു ദിവസം പാനിക് സോൺസ് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തായാലും സബ് ചെയ്തേക്കാം പാനിക്കിനെ. സോ പുള്ളിക്കാരനാണെങ്കിൽ വൺ ഡേ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അവനിപ്പോൾ എന്നെ വൺ ടാപ്പ് അടിക്കണമെന്ന്. കറക്റ്റ് അവൻ്റെ വൺ ടാപ്പ് ഒരു അടിച്ചിട്ടുണ്ട്. എൻ്റെ പ്രഡിക്ഷനാണ് ഗൈസ്. ഓക്കെ ദെൻ ഞാനും ഫ്ലൂബേട്ടും കൂടെ റിവഞ്ച് എടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ഇമോട്ട് ഇട്ടെന്നാണ് തോന്നുന്നത്. ഇമോട്ട് ഇട്ട് കാണില്ലായിരിക്കും. ഇല്ല ഗൈസ് ഇമോട്ട് ഇട്ടില്ലെന്നാണ് തോന്നുന്നത്. എനിവേസ് അങ്ങനെ ഞങ്ങൾ ഈ കളി എടുത്തിട്ട് ഇമോട്ട് അടിക്കാനായിട്ടായിരുന്നു ഞങ്ങൾ നിന്നത്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇമോട്ട് അടിക്കാനില്ലെന്ന്. എൻ്റെ അനിയൻ നല്ല സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഇമോട്ട് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ എനിക്ക് ഡാം കയറുന്ന കണ്ടോ, ഞാനിപ്പോൾ ചത്തേനെ ഞാനിപ്പോൾ. അങ്ങനെ ഞാൻ 75 നിന്നപ്പോഴേക്ക് ഫ്ലൂബേട്ടൻ അവൻ്റെ യുജീൻ അടിച്ചിട്ടു. ഞാനാണെങ്കിൽ എൻ്റെ അനിയനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാനിങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ അനിയൻ എന്നെ അടിച്ചിട്ടു ഗൈസ്. ഹൗ എൻ്റെ അനിയൻ എൻ്റെ അനിയന് 9 വയസ്സാവുന്നേ ഉള്ളൂ ഈ വർഷം. എന്നപ്പോഴേക്ക് അവന് വൺ ടാപ്പ് ഒരു അടി പഠിച്ചു തുടങ്ങി. പിന്നെ അവൻ അങ്ങനെ ഗെയിം കളിക്കാൻ വരെ തുടങ്ങിയതേ ഉള്ളൂ. അന്നപ്പോഴേക്കും അവൻ വൺ ടാപ്പ് ഒരു അടിച്ചിട്ടു. ബട്ട് ഓൾഡ് പ്ലെയർ ആയിട്ടുള്ള ഫ്ലൂബേട്ടിൻ്റെ അടുത്ത് അതൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഫ്ലൂബേട്ട് അടിച്ച് ഇമോട്ടിട്ടു. പിന്നെ ഇമോട്ട് അടിക്കാൻ പേടിച്ചെന്ന് ഞാൻ തന്നെ ഇമോട്ട് അടിച്ചു. അന്നപ്പോഴേക്കും എൻ്റെ അനിയൻ നേരെ കയറി വന്ന് നല്ല വാക്കും കൊണ്ട് അഭിഷേകം ചെയ്തിട്ടങ്ങ് പോയി. പിന്നെ റൂമിൻ്റെ അകത്തായതുകൊണ്ട് എനിക്ക് വലുതായിട്ട് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ദെൻ ഡെസേർട്ട് ഈഗിൾ ഇങ്ങനെ മാറി എങ്ങനെ ഗൺസ് എടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ആൻഡ് അങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഇതൊക്കെ പറയാൻ ഒരു ഫീലായിരുന്നു ഈ വൺ ടാപ്പ് അടിക്കുമ്പോൾ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടൊന്നും വൺ ടാപ്പ് കയറുന്നില്ലായിരുന്നു നേരെ. പണ്ടല്ല അതിൻ്റെ ഇടയിൽ, പണ്ടും ഇപ്പോൾ അതിൻ്റെ ഒരു ഇടയിൽ വരുന്ന സംഭവം ഉണ്ടല്ലോ അത്. അതുപോലെ നമ്മളേയും സ്മോക്ക് ഇട്ടോ വരെ ഞാൻ നമ്മളേയും ഗ്ലൂ ഒക്കെ ഇട്ടുന്ന കവറിൽ നിന്നു. ഞാൻ കണ്ണൊന്ന് ഒരു സ്വിച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഗൈസ് എനിക്കെന്തോ ഇങ്ങനെ ഒന്ന് സ്വിച്ച് ചെയ്യാൻ തോന്നി. എനിക്കൊന്ന് സ്വിച്ച് ചെയ്യാൻ തോന്നി. സോ ഓക്കെ ദെൻ യുജീനെ അടിച്ച് ഞാൻ എടാ മൊത്തത്തിൽ 200 ബ്രോ. ലുക്ക് 200. എടാ അതെങ്ങനെയാടാ? അത് മൊത്തത്തിൽ 200. ദൈവമേ നമുക്ക് ഒന്നും കൂടെ കാണിട്ടടാ. എടാ മൊത്തത്തിൽ 200 HP. ഓക്കെ I don't know what the hell is happening here. ഓക്കെ സുഹൃത്തുക്കളെ ഞാൻ നോക്കട്ടെ. സപ്ലൈ ഫ്രണ്ട് ഗ്രോസാ. അപ്പോൾ സുഹൃത്തുക്കളെ ജസ്റ്റ് ഒന്ന് ടോക്ക്ലെസ് സ്പീച്ച്ലെസ് ആയിട്ട് നിൽക്കും. അല്ല വേണ്ട ഞാൻ ഇതൊന്ന് കഴിയട്ടെ. എടാ നിങ്ങൾ നോക്കടാ 200 മൊത്തത്തിലുള്ള HP. അത് ഞാൻ എത്ര അടിക്കണ്ടാ?
ഒരു ഫ്രണ്ട്ഷിപ്പ് മാച്ച് നല്ല രീതിയിലാവുകയും നിൽക്കട്ടെ. ഞാൻ കണ്ടോട്ടോ ഗീസ്. നിങ്ങൾ നല്ല ശ്രദ്ധാപൂർവ്വം നോക്കുക. ഇനി ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനി ഇത്രയും ലോങ് ആയിട്ട് പറ്റില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാവും. ഞാൻ എൻ്റെ അനിയനെ അടിച്ചിടുന്ന ടൈമിൽ ഞാൻ തിരിയും. ഓക്കെ, അതന്നെ. ഇപ്പം അവന് എന്തോ എവിടെ ഒരു തകരാറ് പോലെ. ഞാൻ ആ കില്ല് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇവന് ഇത്രയും ഡാമേജ് വന്നിട്ടും ചാവാത്തേന്ന്. സംതിങ് ഫിഷി. എനിവേസ് ഞാൻ അവനെ വൺ ടാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 കളി ബാക്കിയുണ്ട് സുഹൃത്തുക്കൾ. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ ചായ കുടിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തോ പറയാൻ മുന്നേ മറന്നു ഗൈസ്. ഓക്കെ, എന്തോ എവിടെ അല്ലെങ്കിൽ തന്നെ ഫ്ലൂബേട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെന്നെ ഡാമേജ് കയറാത്തതെന്ന്. എനിവേസ് ഞാൻ കുറച്ച് നേരം ഒന്ന് സ്പീച്ച്ലെസ് ആയിട്ട് നിൽക്കും. സോ നിങ്ങളൊന്ന് പ്രത്യേകിച്ചും തോന്നരുത്. ഓക്കെ, ആൻഡ് ഓക്കെ സോ ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെയും ബാക്ക്. അതിന് ഞാനും ഫ്ലൂബേട്ടും കൂടെ എനിമീസിനെ തപ്പി നടക്കും. ഞങ്ങളുടെ അനിയനെ തപ്പി, എൻ്റെ അനിയനെയും അവൻ്റെ ടീമേറ്റിനെയും തപ്പി നടക്കുമായിരുന്നു. എൻ്റെ അങ്ങനെ നടക്കുന്ന സമയത്ത് ഇവന്മാരെവിടെയാണെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചെടുക്കണം. വന്നപ്പോഴേക്കും എൻ്റെ അനിയൻ കയറി വന്നപ്പോഴേക്കും ചേട്ടൻ എൻ്റെ അനിയൻ നോക്കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പറഞ്ഞു എൻ്റെ അനിയൻ കയറി വന്ന സമയത്ത് അടിച്ചതാണ്. സോ അങ്ങനെ നോക്കിയപ്പോൾ ഫ്ലൂബേട്ടിനെ കാണാനില്ല. അന്നപ്പോഴേക്കും മറ്റവൻ സോണി ചെന്ന് എലിമിനേറ്റായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വണ്ടടിച്ച് നിൽക്കുന്ന സമയത്താണ് ഗീസ് ഞങ്ങൾ ആ സംഭവം കിടന്നത്. വിഷമായി ഇവന്മാർ രണ്ടുപേരും AFK ആണെങ്കിൽ ഞാനൊന്ന് കളിച്ചോട്ടേന്ന് ചോദിച്ചു. ആൻഡ് ഞാൻ അവരെ കൊന്നോട്ടേന്ന് ചോദിച്ചു. ആൻഡ് ഫ്ലൂബേട്ടെ സമ്മതിച്ചു ഗീസ്. ആൻഡ് ഇവന്മാർ ഇത് എന്താ പറ്റിയെന്ന് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളാണെങ്കിൽ അവന്മാരെ അടുത്തേക്ക് പാഞ്ഞു കുതിരെ പോലെ ഓടുകയാണ് സുഹൃത്തുക്കൾ. അപ്പം ഞങ്ങളാണെങ്കിൽ ഇവന്മാരെയൊക്കെ എല്ലാം പറ്റി നിൽച്ചു. ആൻഡ് ഫ്ലൂബേട്ടൻ്റെയും മറ്റേ യുജിയുടെ മറ്റേ ബണ്ടിൽ തലയിട്ടവൻ്റെയും വീട് അടുത്തെടുത്താന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവനെ വിളിച്ചു വയ്ക്കാന്ന് പറഞ്ഞേ. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു ഇവന്മാർ രണ്ടുപേരും AFK ആണ്. ഞാനാണെങ്കിൽ ഇവന്മാരെ എടാ AFK നിൽക്കുന്നവരെ നേരെ അടിക്കാൻ പറ്റണല്ലോ ഗീസ്. എനിവേസ് ഞങ്ങളാണെങ്കിൽ ആ കളി എടുത്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ. സോ നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ഡൗൺ ആണ്. സബ് ചെയ്യുക.